പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മത്തങ്ങ പയറുകറിയാണ്. അതിനായിട്ട് മത്തങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു മൺചട്ടിയിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് നല്ല പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ആ മത്തങ്ങ വേവിച്ച് വെച്ചത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആ അരപ്പ് ഒഴിക്കുന്നത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ശേഷം ചെറുതീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മത്തങ്ങ ആദ്യം വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇനി ഒരു അര കപ്പ് വൻപയർ നല്ലതായിട്ട് വേവിച്ചത് ഇതിലോട്ട് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കടുക് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചെറിയ ഫ്രൈങ് പാൻ വെച്ച് എണ്ണ ചൂടാക്കി അതിലോട്ട് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മൂപ്പിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങായുടെ ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക്. ഞാൻ 2 തരം വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് മൂപ്പിക്കുക, കരിഞ്ഞു പോകല്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നോക്കി നല്ലതായിട്ടത് മൂത്തിട്ടുണ്ട്. ഞാനിതിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഞാനിതിലോട്ടൊരു കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാനിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ലതായിട്ടെല്ലാം മൂത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല മത്തങ്ങ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുവാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി വൻപയർ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി.